ഈ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ SIR തീർക്കണമെന്നാണ് ഇപ്പോഴത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കോടതി പറഞ്ഞത് വെള്ളിയാഴ്ച കേൾക്കാമെന്നാണ് പറഞ്ഞത്. അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച അത് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നുണ്ട്. വേറെ ഒരു സംസ്ഥാന സർക്കാരും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അതിൻ്റെ തിരക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ആവശ്യം. മാത്രമല്ല, ഇപ്പോൾ മഹാരാഷ്ട്ര പോലത്തെ സംസ്ഥാനങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവിടുത്തെ SIR മാറ്റിവെച്ചതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ വാദം. അപ്പോൾ അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ഈ രണ്ട് പണിയും കൂടി ഒരേ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവരെ അത്രമാത്രം സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തുകയാണ്. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കെട്ടിവെക്കുന്നത്. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റുകളാണ് ഓരോ BLOമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സമ്മർദ്ദങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയും അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ട് രണ്ടുപേര് പക്ഷാഘാതം വന്ന് അവിടെ വീണു പോകുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് ഇത് പരിഗണിക്കാനുള്ള ആവശ്യം തന്നെ ഉന്നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേ ചെയ്യണമെന്ന് ഉള്ള ആവശ്യം കൊണ്ട് തന്നെയാണ്. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ലീഗിന്റെ ഹർജിയെ സംബന്ധിച്ച് SIRന്റെ ഭരണഘടനാ സാധുത തന്നെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഇതാണ്. അത് ഭരണഘടനാപരമായിട്ട് തെറ്റായിട്ടുള്ള സംഗതിയാണ്, ഭരണഘടനാ ലംഘനമാണ്. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജനുവരി 2025 SSR നടപ്പാക്കിയത്. അതിനുശേഷം ഇപ്പോൾ 9 മാസത്തിന് ശേഷം പിന്നെ ഒരു SIRന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ SIR തീർക്കണമെന്നാണ് ഇപ്പോഴത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിപ്പോൾ 6 മാസത്തെ കാലയളവിലോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ കാലയളവിലോ ആണ് ഈ SIR നടപ്പിലാക്കണമെങ്കിൽ ഈ പറയുന്ന പ്രവാസികൾക്കും അവർ എന്തായാലും ഈ 6 മാസത്തിലോ ഒരു വർഷത്തിലോ ഒക്കെ അവർ കേരളത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിന്റെ ഭാഗവാക്കായിട്ട് BLOമാരെ പോയി കണ്ട് അവരുടെ വോട്ട് ചേർക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഒരു മാസത്തിന്റെ കാലയളവിൽ ഒരാളും വരാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അവരുടെ വോട്ട് പോകുക എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാകുന്ന ഒരു സത്യമാണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ ഇത് പറയുന്നത്. കാരണം പ്രവാസികൾ ഇപ്പോൾ ഓൺലൈൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ വെരിഫിക്കേഷന് BLOമാർ വരുമ്പോൾ അവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ വോട്ട് പോകുമെന്നാണ് ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.